ഇന്ന് അരിപ്പത്തിരി എങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. നമുക്ക് 2 കപ്പ് വെള്ളം തിളപ്പിക്കാം. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. തീ നല്ലതുപോലെ കുറച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തീ കെടുത്താം. നമുക്ക് 1/2 കപ്പ് തേങ്ങ കൂടി നല്ലപോലെ ഒന്ന് ചതച്ച് ഈ അരിപ്പൊടിയുടെ കൂടെ ചേർക്കാം. മിക്സ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാം കുറച്ച് നേരം. നമുക്ക് കൈയിട്ട് ഇളക്കാൻ പാകമാകുന്ന ചൂടിൽ വരെ അടച്ചു വെക്കാം. ഇനി നമുക്ക് മാവിൻ്റെ കൂടെ ഇളക്കാൻ ഈ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. നമുക്ക് മാവിൻ്റെ കൂടെ ഇട്ട് കുഴച്ചെടുക്കാം. ചതച്ചെടുത്തത് നമുക്ക് 2 സ്പൂൺ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ചൂടാക്കിയ മാവിൻ്റെ കൂടെ വഴറ്റിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, പിന്നെ കരിഞ്ജീരകം 1 സ്പൂൺ, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉരുളകളായിട്ട് പത്തിരിക്ക് പരത്തിയെടുക്കാം. നമുക്ക് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ പാരപ്പറ്റിലോ ഒരു കഷ്ണം പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തൂക്കാം. 2 സൈഡും കുറച്ച് എണ്ണ തൂക്കാം. അതിൽ ഒരു ബോള് വെച്ച് കൊടുക്കാം. ഇത് എന്നിട്ടൊരു പ്ലേറ്റ് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ വശവും ഒരുപോലെ വരത്തക്കോണം ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി തിന്നാവണ്ട, ഒരുവിധം കട്ടിയോടുകൂടി ഇത്ര കട്ടിയോടുകൂടി നമുക്കിത് പരത്തിയെടുക്കാം. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത എണ്ണയിലിടുന്നില്ല, നമുക്ക് ഡ്രൈ തവയിലിട്ട് ചുട്ടെടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായ പാനിലോട്ട് നമുക്കത് ഇട്ട് കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. സോഫ്റ്റായ അരിപ്പത്തിരിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനാണേലും 4 മണിക്കാണേലും കഴിക്കാൻ നല്ല പലഹാരമാണ്.